ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ജിലേബി എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഉഴുന്ന് വെച്ചിട്ടാണ് ജിലേബി ഇപ്പം ഉണ്ടാക്കുന്നത്. ഈ ഉഴുന്ന് നല്ലോണം ഒന്ന് കഴുകിങ്ങാണ്ട് ഒരു 4 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഒന്ന് കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു മിക്സിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയൊരു ഒരു കയ്യിൽ വെള്ളം ചേർത്തിട്ടാണ് ഇപ്പോൾ അരച്ചെടുക്കണം. ഇനി വെള്ളം ആവശ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ടൈറ്റായി തോന്നിയപ്പോൾ ഇതുപോലെ ഓരോ സ്പൂൺ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചെടുത്ത് ഉഴുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു വലിയ സ്പൂണിലൊരു 5 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡ് കളറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാര എടുക്കണം. എന്നിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫുഡ് കളറും അതുപോലെ നാരങ്ങാ നീരും പിന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടിയും പിന്നെ നെയ്യും ചേർത്ത് കൊടുക്കുക. സിറപ്പ് ഒന്ന് തിളച്ച് കുറുകി വന്നാൽ മതി, നല്ല കട്ടിയാക്കരുത്. അപ്പോൾ നമ്മൾ ജിലേബിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് കയറാൻ ബുദ്ധിമുട്ടാകും. നല്ല കട്ടിയായാൽ ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയ കവർ ഉണ്ടാവില്ലേ, ഇതുപോലെ അതിൽ നിറക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിലേക്ക് ഒരു മൂലയൊക്കെ ചെറിയൊരു ഓട്ടമൊക്കെ തുളച്ചെടുത്താൽ മതി, ചെറുത് തുളച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ കവർ ഉണ്ടായാലും മതി. ഞാൻ പൈപ്പിംഗ് ബാഗ് ഉണ്ടായതുകൊണ്ട് അത് എടുക്കുന്നുണ്ട്. നമുക്കിതൊക്കെ പൈപ്പിംഗ് ബാഗിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം. ഇതിൻ്റെ തലപ്പിന് നമ്മൾ ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നല്ല വണ്ണത്തിലാവുമ്പോൾ ഒരു വൃത്തി കിട്ടൂല. ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പരന്ന ചട്ടി എടുക്കുക പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആദ്യം വലിയ 2 റൗണ്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് ആ 2ാമത്തെ റൗണ്ട് ഇങ്ങനെ ഫുള്ളാവുന്ന ടൈമിൽ നമ്മൾ ഒരു കെട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ജിലേബിൻ്റെ നമ്മൾ സാധാ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ ഓറഞ്ച് ജിലേബിൻ്റെ ഷേപ്പ് ഉണ്ടാവില്ല, അതങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുക. നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പരന്ന ചട്ടിയാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കാനും സുഖമാണ്. ഒരുപാട് ജിലേബി ഒരുമിച്ച് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ മുരിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം മുരിച്ചെടുക്കരുത്, അപ്പോൾ അതിൻ്റെ കളറും ഇതൊക്കെ ഒന്ന് പോകും. അത് കരുതിയിട്ട് പെട്ടെന്ന് എടുക്കുകയും ചെയ്യരുത്. നമുക്കൊരു പാകത്തിനൊക്കെ ഒരു മുരിഞ്ഞ് തോന്നുമ്പോൾ എടുക്കുക. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ ഇത് ചൂടോടൊക്കെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൽ ഷുഗർ സിറപ്പ് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഷുഗർ സിറപ്പ് ആകും. അപ്പോൾ 2-3 മിനിറ്റ് ഇട്ടതിന് ശേഷം ഇതൊന്ന് എടുക്കുക. ഷുഗർ സിറപ്പ് നമുക്ക് നല്ല കട്ടിയിലാക്കരുത്. അപ്പോൾ നമുക്കിതിൽ ഇട്ടിട്ട് ഇതുപോലെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കിട്ടൂല. അപ്പോൾ ഇങ്ങോട്ട് തിളച്ചൊന്ന് കുറുകിയിട്ട് നമ്മൾ കൈ അങ്ങനെ വെക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മിനുസത്തിലാവില്ലേ, അതുമാതിരി ആയാൽ മതി. അല്ലാതെ നൂല് പരുവൊന്നും ആക്കരുത്, അപ്പോൾ ഇതിലേക്ക് കയറി പോകില്ല. അപ്പോൾ എണ്ണയിൽ ചെയ്തത് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ വലിയ 2 റൗണ്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് 2ാമത്തെ റൗണ്ട് ഫുള്ളാവുന്ന ടൈമിൽ ഇങ്ങനെ ചെറിയ ചെറിയ കെട്ടുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ജിലേബിൻ്റെ ഷേപ്പ്. പിന്നെ നമുക്ക് ഇനി ഇത് ഗതികേടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ജിലേബി മാതിരി ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒരു ഇടലിട്ടാൽ മതി. ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കുക. എന്നിട്ട് ഇങ്ങനെ ഇട്ടെടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ജിലേബി ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് ഉഴുന്നുകൊണ്ട് തന്നെ ഒരുപാട് ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജിലേബിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് തിന്നിട്ട് തികയുണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് കഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഈ എളുപ്പം ഉണ്ടാക്കാനും പറ്റും. ഉഴുന്ന് കുറച്ച് നേരം വെള്ളത്തിലിടണമെന്നുള്ളൂ. അരച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. ജിലേബിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും ചിലപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവില്ല. അതൊന്നും കുഴപ്പമില്ല. ഒരു 5-6 ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും.
നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയാൽ പോലും നമ്മൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ കാണാൻ ഷേപ്പൊന്നും കറക്റ്റായി വരില്ല. പിന്നെ ഒരു 2-3 ഇട്ട് കഴിഞ്ഞിട്ടുള്ള നമുക്കൊന്ന് നേരം പോലെ ശരിയായി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാകും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൊണ്ട്. ഇപ്പോൾ വീഡിയോ കണ്ടതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലിടുകൊണ്ട്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.